ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഒരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഗെയിം നമ്മൾ മുമ്പ് കളിച്ചിട്ടുള്ളതാണ് ഗൈസ്. ഇതിൻ്റെ ലാസ്റ്റ് എസ്കേപ്പാണ് ഗൈസ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ മീറ്റ് 2 ആണ് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ മുമ്പത്തെ പാർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, സീലെ കഥയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റബേക്കയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന റബേക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഗൈസ്. നമ്മുടെ ഫാമിലിയാണ് ഗൈസ് അവിടെ താഴെ പിഗ്ഗായിട്ട് ഇരുന്നത്. ഇവിടുത്തെ മിസ്റ്റർ മീറ്റ് ഉണ്ടല്ലോ ഗൈസ്, അവനെ തൂക്കിക്കൊല്ലേണ്ട ദിവസമാണ് ഗൈസ് ഇന്ന്. മിസ്റ്റർ മീറ്റ് 1 ലാസ്റ്റ് നമ്മൾ പോലീസിനെ കൊണ്ട് അവനെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കൊല്ലാൻ വേണ്ടിയാണ് അവനെ കൊണ്ടുവന്നത്. സുഖമല്ലേ ചേച്ചി? ഓക്കെ, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഗൈസ്, പാവം പിഗ്ഗാവൻ കണ്ട സമയം ഗൈസ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളെല്ലാവരും അവനെ തൂക്കിക്കൊല്ലുന്ന കാണാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോഴാണ് നമ്മൾ അവനെ ആരും ഇവിടെ സഹായിച്ചു ഗൈസ്. നമ്മുടെ ജ്യൂസിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എന്തോ ആണ് ഗൈസ് ഇതിൻ്റെ പരിപാടി, എനിക്ക് മറന്നുപോയി കുറേയൊക്കെ. ഓക്കെ, ഇവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ മെമോ? ഓക്കെ ഗൈസ്, ഇതിലെന്തോ ഫോട്ടോസൊക്കെ ഉണ്ട്. ഓ, ഇതിൻ്റെ പാസ്വേഡാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് റോളർ പാസ്വേഡ്. ഓക്കെ, ഇതിൻ്റെ അകത്താരുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം ഗൈസ്. ഇവിടെ നമുക്ക് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതെന്തോ ഒരു ഇതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തപ്പി എടുക്കാറുണ്ട് ഗൈസ്. അദ്ദേഹമൊക്കെ കിട്ടുമായിരിക്കും ഗൈസ്. ഓക്കെ, അവിടെ നമുക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം മൊത്തം ആദ്യം തന്നെ താഴെ കൊണ്ടിട്ടാം ഗൈസ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്കൊരു ലൈബ്രറി പാസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിടുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതും ഓപ്പൺ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയാണ് ഗൈസ്. സാധാരണ അണ്ണ ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഗൈസ്. ഇന്നെന്തോ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഗൈസ്. ഇത്തിരി മുമ്പ് നമ്മുടെ ബാക്കിലില്ലായിരുന്നു. ഇത് ഇപ്പം ഇങ്ങനെ എവിടെ നിന്ന് വന്നെയാണ്? ഷൂട്ട് ചെയ്യണോ? ഇല്ല. ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, ഈ ഗെയിം ഒരുവിധം എനിക്ക് കുറേ കളിച്ചുകൊണ്ട് ഗൈസ് എനിക്ക് കുറച്ചൊക്കെ എനിക്ക് അറിയാം ഗൈസ്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. സാധാരണ അവിടെ ഇവൻ്റെ തോക്ക് അവിടെ കാണാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം തന്നെ മുകളിൽ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുക ഗൈസ്. നമ്മൾ ഇവിടെ ഇതാണ് ഗൈസ് ലൈബ്രറി. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ പാസ് ഇതിൻ്റെയാണ്. ഇവിടെയൊക്കെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പോകാൻ പറ്റുമായിരുന്നു ഗൈസ്. നമ്മുടെ എന്ത് എസ്കേപ്പായിരുന്നു ഗൈസ്? ഇത് വിൻഡോർ എസ്കേപ്പാണെന്ന് തോന്നുന്നു ഗൈസ്. വിൻഡോർ എസ്കേപ്പ്, അതിൽ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ഗൈസ്. ഇപ്പോൾ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും ഗൈസ്. ഇപ്രാവശ്യം കഴിഞ്ഞ വട്ടം നമുക്ക് ഇവിടെ പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ഒരു സിറിഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറേ ലിഡ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അതിന് പാസ് നമുക്ക് കീ വേണം ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ മിസ്റ്റർ മീറ്റിൻ്റെ ലാബ് കീ. ഓക്കെ, അത് നമുക്ക് തപ്പിയെടുക്കണം ഗൈസ്. ഇവിടെ എവിടെയെങ്കിൽ വേറൊരിടത്തും കാണും. ദൈവം തന്നെ, ഇവൻ്റെ പേരാണ് മിസ്റ്റർ മീറ്റിൻ്റെ വലം കൈ. ഇവന് പക്ഷെ വലം കൈയില്ല ഗൈസ്. ഓക്കെ, ഈ കീ എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് മുകളിൽ കുറച്ച് റൂമൊക്കെ തുറക്കാറുണ്ട് ഗൈസ്. അത് ഈ കീ ആണ് ഗൈസ്. ഒരു 3 കീ ആണ് ഗൈസ് ഇതിലുള്ള. 3 ഡോർ നമുക്ക് ഇത് വെച്ച് തുറക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എവിടെയോ ആയിട്ടാണ് ഗൈസ് നമ്മുടെ റൂം. അപ്പം ഇങ്ങനെയൊക്കെ എന്താണ് ഗൈസ്? അപ്പം നമുക്ക് നേരെ ഇങ്ങനെ ഒന്ന് വട്ടം കറക്കിയിട്ട് നമുക്ക് നേരെ ആ റൂമിലോട്ട് പോകാം ഗൈസ്. ഇവിടെ എവിടെ ആയിട്ടാണ് ഗൈസ്? അതിൽ തന്നെ ഗൈസ് നമുക്ക് മുകളിൽ പോയി നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ഇത് ഡിസ്കവർ ചെയ്യാം ഗൈസ്. ഇവിടെ മുകളിൽ ഇവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ടല്ലോ ഗൈസ്, അതൊക്കെ നമുക്ക് ഉപകാരപ്പെടും ഗൈസ്. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ പാനൽ. ആ സാധനം ഇതാണ്. ഓക്കെ, എന്നിട്ട് അടുത്ത് നമുക്ക് ടോക്ക് ടു ആൻഡ്രൂ എന്നാണ് ഗൈസ് പറയുന്നത്. ഇവിടെ ഉണ്ട് ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ് ധൈര്യശാലിയായ പേടിത്തൊണ്ടൻ. ഇങ്ങനെയാണ് ഗൈസ് ആൻഡ്രൂ.
ഇങ്ങനെ നമ്മളെ മിസ്റ്റർ മീറ്റ് വണ്ണിലൊക്കെ കുറേ സഹായിച്ചിട്ടുള്ള ആളാണ് ഗൈസ്. ഞങ്ങൾക്കറിയാം ഗൈസ്. ഇപ്പം അങ്ങനെ അത് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇവിടെ എവിടെ ഒരു റേഡിയോ ഇതുണ്ട് ഗൈസ്. അതിൻ്റെ കീ ആണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മൾ പിന്നെ കണ്ടുപിടിച്ചെടുക്കണം. ആ റൂം ഇവിടെ എവിടെയോ ആയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്ററാണ് ഗൈസ്. ഹെലികോപ്റ്റർ ഭയങ്കര വലിയ വണ്ടിയല്ലേ, നമുക്ക് എല്ലാവർക്കും പോവാം എന്നാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ പിഗ്ഗായ ഫാമിലി മെമ്പേഴ്സിനെല്ലാം നമ്മൾ തിരിച്ച് റെസ്ക്യൂ ചെയ്യണം. റെസ്ക്യൂ അല്ല, ക്യൂർ ചെയ്യണം. ആദ്യം ഇത് നമ്മൾ തുറക്കണം ഗൈസ്. ഈ ബട്ടൺസ് നോക്കുമ്പോൾ ഈ സൈഡിൽ ഈ ബട്ടൺസ് പ്രസ് ചെയ്തല്ലോ ഗൈസ്. അപ്പോൾ ഈ സൈഡിൽ ഒരു ഇത് അടഞ്ഞല്ലേ കിടന്ന്, ഇത് അടഞ്ഞാണ് കിടന്നത് ഗൈസ്. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങനെ നല്ലൊരാളാണ്, നമുക്ക് അത്യാവശ്യം സഹായിക്കുന്ന ഒരാളാണ് ഗൈസ്. ഇങ്ങനെ പറയുകയാണ് ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ പോവാനാണ് ഗൈസ് പറയുന്നത്. ഓക്കെ, നമ്മുടെ താഴെ ടെറി ഉണ്ട് ഗൈസ്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ സാധനം ഇങ്ങർക്ക് തിരിച്ചു കൊടുക്കണം ഗൈസ്. ആ സാധനം അടിച്ചു മാറ്റിയതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ടെറിയുടെ ഒരു സാധനം കൂടെ പൊക്കിയിട്ടുണ്ട് ഗൈസ്. അതിപ്പോൾ നമുക്ക് കിട്ടും ആ സാധനം. ഓക്കെ, ഇതാണ് ഗൈസ്, അത് ടെറിയുടെ ഹുക്കാണ് ഗൈസ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇവിടെ പിന്നെ എന്താണ്, ഗൈസ് ഇവിടെ നമുക്ക് ലാബിൻ്റെ പാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഏറ്റവും താഴെ ഒരു റൂമിൽ പോയില്ല ഗൈസ്, അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല, അത് ലോക്ക് ചെയ്തിരുന്നല്ലോ. അതിൻ്റെ കീ ആണ് ഗൈസ് ഇത്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ റേഡിയോ ഒക്കെ ഇരിക്കുന്നത്. ഇത് ഇവിടെ ഒരു പാനലല്ല ഗൈസ്, ഒരു വയർ മിസ്സിങ് ആണ് ഗൈസ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അവിടെ നിന്ന് പോയി ലാബ് കീ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ മിസ്റ്റർ മീറ്റിൽ നമ്മൾ റബേക്കല്ല ഗൈസ്, നമ്മൾ മുമ്പ് പിഗ്ഗായിരുന്നല്ലോ നമ്മുടെ മിസ്റ്റർ മീറ്റ് ആക്കിയത്. അതിന് ശേഷം നമുക്കൊരു ആൻറ്റിഡോട്ട് കുടിച്ചപ്പോഴാണ് ഗൈസ് നമ്മൾ ഹ്യൂമനായി തിരിച്ച് മാറിയത്. അപ്പം ഇവിടെ പറയുന്നത് അതൊരു കോൾഡ് റൂമാണ് ഗൈസ്. അവിടെ നമുക്ക് നമ്മുടെ ഈ മരുന്നൊക്കെ ആൻറ്റിഡോട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിഡോട്ട് ഉണ്ടാക്കാം ഗൈസ്. തങ്ങേരെ കൊണ്ട് ഇങ്ങോട്ടോടോ. മിസ്റ്റർ വൈറ്റിനെ അറിയാമല്ലോ ഗൈസ് ആൻറ്റിഡോട്ട് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ മിസ്റ്റർ വൈറ്റിൻ്റെ അടുത്തോട്ടൊന്ന് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയാണ് ഗൈസ് നമുക്ക് ആ ടെറിയുടെ ഹുക്ക് ആവശ്യമുള്ള ഗൈസ്. ഇത് ഭയങ്കര ചെറിയൊരു ഹോളാണ് ഗൈസ്, നമ്മുടെ കൈയൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് അകത്തൂടെയാണ് ഗൈസ് ആ ലോക്ക് തുറക്കാണ്ടത്. അതുകൊണ്ട് നമുക്കത് സെറ്റ് ആകത്തില്ല ഗൈസ്. ഇവിടെ ഇതാരാണ്, ആൻഡ്രൂ ഗൈസ്. മിസ്റ്റർ മീറ്റിൽ നമ്മൾ അതായിരുന്നു ഗൈസ്, ആൻഡ്രൂ ആയിരുന്നു ഗൈസ് നമ്മൾ. ഓക്കെ, സേവ് മീ എന്നാൽ ആദ്യം എന്നെ സേവ് ഗൈസ്. ആദ്യം നമുക്ക് ഈ ഒരു കോൺവെർസേഷനൊക്കെ ഒന്ന് കളയണം ഗൈസ്. ഇങ്ങേരിപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങേരും പറഞ്ഞു ഇങ്ങേർക്ക് വേറെ പണിയില്ല ഗൈസ്. ഓക്കെ, നമ്മളൊരു ലാബ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് ഗൈസ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത്. പോകങ്ങോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഗൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ആൾ വരും. ഇങ്ങേര് പിന്നെ വന്നാൽ ഗൈസ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യില്ല ഗൈസ്. നമുക്ക് ഇവിടെ നമ്മുടെ മിസ്റ്റർ മീറ്റിൻ്റെ ടെറിയുടെ ഹുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് താഴെ കൊണ്ടുപോയി ആ ഒരു സാധനം ഇങ്ങേർക്ക് എടുത്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ മിസ്റ്റർ വൈറ്റിനെ നമ്മുടെ ലാബിലോട്ട് എത്തിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ പരിപാടിയൊക്കെ പയ്യെ ചെയ്താൽ മതി ഗൈസ്. ഓക്കെ, കൺവിൻസ് മിസ്റ്റർ റൂട്ടർ. ഓക്കെ, ഇവിടെ ഇപ്പം ആരും ഇല്ല ഗൈസ്, ചെറിയ സൗണ്ട് എന്തോ കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഡോർ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ മിസ്റ്റർ ചീസല്ലല്ലോ, ലിറ്റിൽ ചീസ്. അങ്ങനെ സാധനം ഇതാണ് ഗൈസ്, നമ്മുടെ ടെറി അടിച്ചു മാറ്റിയ സാധനം. ഇവിടെ എന്താ ഉണ്ടയാണ് ഗൈസ്, ആവശ്യമില്ല. ഇതെന്താ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മളെ കൺവിൻസ് ചെയ്ത് നമുക്ക് അങ്ങനെ കൊണ്ടുവരണം ഗൈസ്. നമ്മൾ കൺവിൻസിങ് സ്റ്റാറാണ് ഗൈസ്. ഓക്കെ, അത് വേറെ കാര്യം ഗൈസ്. അവിടെ മിസ്റ്റർ മീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് ക്യാബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമുക്ക് ഇവിടെ ഈ കൺട്രോൾ പാനലിൻ്റെ അവിടെ ആവശ്യമുള്ളത്. മിസ്റ്റർ മീറ്റ് അകത്ത് മൂത്ര വയ്ക്കാൻ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോടോ. അയ്യോ, ഇതിൻ്റെ അകത്ത് ഉണ്ടയില്ല. ഇതെനിക്കെന്തിനാ ഉണ്ടയില്ലാത്ത സാധനം? എനിക്കെന്തിനാ? ഓക്കെ,
അങ്ങേര് അവിടെ നിൽക്കട്ടെ ഗൈസ്. നമുക്ക് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ക്യാബിൾ ആവശ്യമുണ്ട്. റീപ്ലേസ്മെൻറ്റ് ക്യാബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ മിസ്റ്റർ വൈറ്റിനെ കൺവിൻസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ അവനെ അങ്ങേരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് കുറേ ടൈം എടുത്ത് ഗൈസ് ഇങ്ങനെ ആ ലാബ് വരെ ഒന്ന് എത്തിക്കാൻ. ഈ ടെറി വരുന്നു, മിസ്റ്റർ മീറ്റ് വരുന്നു. മിസ്റ്റർ മീറ്റ് വന്നാൽ ഇങ്ങനെ ഈ പന്നീനെ അടിച്ചങ്ങ് തറയിടും. പിന്നെ അവസാനം നമ്മളവരെ പിടിച്ച് ഗൈസ്. ഇങ്ങനെ മിസ്റ്റർ മീറ്റ് നമ്മളെ ഇവിടെ ഒരു വട്ടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അതെ ഈ ടെറി ഇവിടെ വന്നു. മിസ്റ്റർ മീറ്റ് വന്ന് അങ്ങനെ അടിച്ചിട്ടു. ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഓക്കെ, ഞാൻ അങ്ങനെ എണീക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഇങ്ങനെ പിന്നെയും വന്നിട്ടുണ്ട്. ഇവിടെ കയറി വിളിച്ചപ്പോഴത്തേക്ക് അങ്ങനെ എന്നെ കാണുകയും ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ രക്ഷപ്പെടുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് ചെറിയ കാര്യമാണ് ഗൈസ്. നമ്മൾ കുറേ കളിച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു ഏരിയയൊക്കെ നമുക്ക് അറിയാം ഗൈസ്. ഇനി ഇങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇതുവരെ കൊണ്ടുവന്നു ഗൈസ്. ഇനി നമുക്ക് മേടിക്കാൻ ആവശ്യമില്ല ഗൈസ്. ഇങ്ങനെ ഇവിടെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ആ ബോർഡിൽ ആൻറ്റിഡോട്ട് ഉണ്ടാക്കേണ്ട സാധനമൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് ഗൈസ്. അന്ന് എനിക്ക് എന്തോ ഓർമ്മ ഉണ്ടായിരുന്നു ഗൈസ്. അന്ന് നമ്മൾ എന്തോ 2 സാധനമോ 3 സാധനമോ എന്തോ ഒക്കെ വെച്ചാണ് ആൻറ്റിഡോട്ട് ഉണ്ടാക്കിയത്. എന്തോ ഒരു സാധനമൊക്കെ ആയിരുന്നു ഗൈസ്. ഓക്കെ, എന്താണത്? ഇങ്ങനെ വായിലെന്തോ ചോക്ക് കടിച്ചു പിടിച്ചാണ് ഗൈസ് വരയ്ക്കുന്നത്. ഓക്കെ, ഒന്നും കാണുന്നില്ല ഗൈസ്. ഇതെന്താ? ഇത് മറ്റേ സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്. ഈ സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്, ആ സാധനം. ഓക്കെ, പിന്നെ അവിടെ എന്തോ ഉണ്ട് ഗൈസ്. എന്തോ ഒരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ സിറിഞ്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ 2 സാധനം ഇതെന്താ? എനിക്ക് നേരെ കാണുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ക്യാബിനറ്റ് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് അങ്ങോട്ട് ഇവിടെ കൊണ്ടുവയ്ക്കണം ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലിറ്റിൽ ചീസ് ഉണ്ടല്ലോ ഗൈസ്, അങ്ങനെ ഒരു പാവം ഉണ്ടല്ലോ ഗൈസ്, അത് കീറിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ടെറി വലിച്ച് കീറി ഗൈസ്. ബാഡ് ബോയ് ആണ് ടെറി, വെരി ബാഡ് ബോയ് ആണ് ഗൈസ്. ഓക്കെ, ഇത് ഇവിടെയാണ് ഗൈസ് ആ ടെറി ഷീവിങ് കിറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങേരെ അവിടെ വരികയും ചെയ്തു. ഓക്കെ, ഇതാണ് ഗൈസ് നമുക്ക് എടുക്കാനുള്ളത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാവയില്ലേ ഗൈസ്, അത് നമ്മൾ തുന്നിയാണ് ഗൈസ് നമ്മുടെ മറ്റേ ലിറ്റിൽ ചീസിന് നമ്മൾ ഇത് നല്ല സെറ്റായിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഗൈസ്. ആദ്യം നമ്മൾ ഇത് നല്ല തുന്നി കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ ഗൈസ്, ഇതുവരെ വീഡിയോ കണ്ടവരാണ് ഗൈസ്, നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു ഗൈസ് മോലിൽ കണ്ട ഗൈസ് ഗെറ്റ് ദി റെഡ് പോഷൻ എന്ന് കൊടുത്തിരിക്കുന്നു ഗൈസ്. ഇത് മിക്കവാറും നമ്മുടെ റെഡ് പോഷൻ ആയിരുന്നു ഗൈസ്. ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു റെഡ് പോഷൻ തരും ഗൈസ്. ഓക്കെ, റെഡ് പോഷൻ ആയിരുന്നു ഗൈസ് നമ്മുടെ ഒരു ആൻറ്റിഡോട്ടിന് ആവശ്യമുള്ള ഒരു സാധനം ഗൈസ്. അപ്പം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തരുന്നില്ലേ? അങ്ങേർക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് നമുക്ക് ആവശ്യമുള്ള സാധനം. ഇത് കൊണ്ട് നമുക്ക് താഴത്തെ കോൾഡ് റൂമിൽ കൊടുക്കാം ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റർ വൈറ്റിനെ കൊണ്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ലാബിൻ്റെ പാസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിനുള്ള പരിപാടി മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം തന്നെ എന്നെ പന്നികൾ താഴെ ഇടിച്ചിട്ട് കൊന്നു ഗൈസ്. മുകളിൽ നമ്മുടെ മിസ്റ്റർ മീറ്റ് വന്നുകൊണ്ടാണ് ഗൈസ് ഞാൻ താഴോട്ട് ചാടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാബിൻ്റെ കീയൊക്കെ എടുത്ത് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. എന്നെ അവന്മാർ മൊത്തം കൊല്ലും ഗൈസ്. ഇവിടെ മൊത്തം ഗൈസ് ബാക്കിൽ നിന്ന് മിസ്റ്റർ മീറ്റ് എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മുടെ ലാബിൻ്റെ പാസ് അവിടെ താഴെ ഉണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ മെമ്മോ പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ മെമ്മോ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഗൈസ് നമുക്ക് ലാബ് പാസ് കൊണ്ടുപോയി നമുക്ക് മുകളിൽ ഇവിടെ സ്വൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മെമ്മോ എടുത്തിട്ട് വരാം ഗൈസ്. ആദ്യം തന്നെ ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് പയ്യെ പോയി ആ മെമ്മോ എടുക്കണം ഗൈസ്. ഇപ്പോൾ ഇവർ ബാക്കിൽ നിന്ന് മിസ്റ്റർ മീറ്റും കൂടെ വന്നാൽ പൂർത്തിയാവും ഗൈസ്. മെമ്മോ കിട്ടി ഓടിക്കും. ജസ്റ്റ് ഗൈസ്, ഇപ്പോൾ അവന്മാരെന്നെ ഇടിച്ച് കൊന്നെങ്കിൽ. ഓക്കെ, ഡോർ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഈ ആദ്യത്തെ സംഭവമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ബി ഇ ഗൈസ്, മൂന്നാമത്തെ ഇ ആണ് ഗൈസ്. ഇ ആണ് ഹോഴ്സ് ഇ ആണ്. ഓക്കെ, നാലാമത്തെ എഫ് ആണ്, ഇ എഫ്.
EF. ഓക്കെ, EF. പിന്നെ ഡ്രാഗണല്ലോ, ഡൈനോസർ D ആണ് ഗൈസ്. DEF ആണ് ഗൈസ്. ആദ്യത്തെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കിത് സ്വൈപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. എന്തായിരുന്നു ഒന്നുകൂടെ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. D ആണ് ആദ്യത്തെ, പിന്നെ DEF. ഓക്കെ, സെക്കൻഡ് D, രണ്ടാമത്തെ E, അത് കഴിഞ്ഞ് F. ഇങ്ങേരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? പൊയ്ക്കോ. എങ്ങോട്ടാ പോണേ? ഗൈസ്, നമുക്ക് നമ്മുടെ പരിപാടി പോയി സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ A ആയിരുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് പരിപാടി സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഇതെന്താ എന്തോ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ഗൈസ്. സാഡിൽ പിഗ് നമ്പർ 13. ഈസ് മറ്റേ പിഗ് ഇതിലുണ്ട്, ഞാൻ കണ്ടില്ലല്ലോ ഇതുവരെ. ഈസ് മറ്റേ പിഗ് ഇതിലുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മറ്റു സാധനം വേണ്ടേ ഗൈസ്? ഞാൻ ഇത്തിരി മുമ്പ് കാണിച്ചു തന്ന ആ സാധനം നമുക്ക് ആവശ്യമുണ്ടല്ലോ ഗൈസ്. അപ്പം അത് നമ്മുടെ പിഗ് നമ്പർ 13 ആണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഐസ്ക്രീം അല്ലല്ലോ ഗൈസ്, മിസ്റ്റർ മീറ്റ് 1ലും നമുക്ക് പിഗ് നമ്പർ 13 എന്നാണ് ഗൈസ് ആ സാധനം കിട്ടിയത്. ഇപ്രാവശ്യവും അത് തന്നെ ഗൈസ്. ഇങ്ങോട്ട് വന്നേനി. ഓക്കെ, അതുകൊണ്ടാണ് മിസ്റ്റർ മീറ്റ് വരുന്നത്. ഓടിക്കോ, അങ്ങനെ പിടിച്ച് തിന്നുകളയും നമ്മൾ. ഓക്കെ, ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ വാനൊക്കെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈസ് അവിടെ കിടക്കുന്ന വാൻ. ഓക്കെ, രണ്ടാമത്തത്. ഓക്കെ, മൂന്നാമത്തത് നമ്മൾ പൊട്ടിച്ച് 5 എണ്ണം മൊത്തം നമ്മൾ പൊട്ടിച്ച് ഈസ്. പിന്നെ നമുക്ക് 4 എണ്ണം കൂടെ ഉണ്ട്. 60 സെക്കൻഡാണ് ഈസ് നമുക്ക് മൊത്തം ടൈമിംഗ് ഉള്ളത്. പിന്നെ ഒരു 30 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, 7 എണ്ണം പൊട്ടിച്ച് ഈസ്. നമ്മൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് കഴിയും ഈസ്. ഓക്കെ, ഇതുകൊണ്ടാ മിസ്റ്റർ മീറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ സാധനം കിട്ടിയിട്ടില്ല. എടുക്കാൻ വേണ്ടി പോയതാണ് ഈസ് മിസ്റ്റർ. ആ പന്നി അവിടെ അല്ലേ കിടന്നത്? അതെങ്ങനെ ഇങ്ങോട്ട് വരെ എത്തിയത്? നമുക്കപ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മിസ്റ്റർ സയൻറ്റിസ്റ്റിനോട് കൊണ്ടു കൊടുക്കാം ഗൈസ്. മിസ്റ്റർ വൈറ്റിനോട് കൊണ്ടു കൊടുക്കാം. ഓക്കെ, ഓടിക്കോ. ഇപ്പം ബാക്കിന്ന് മറ്റേ പന്നി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്കിത് മിസ്റ്റർ വൈറ്റിനെ തന്നെ ഇഞ്ചെക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് സിറിഞ്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് മിസ്റ്റർ മീറ്റിൻ്റെ ഡിക്കിയിലോട്ട് തന്നെ ഗൈസ് ആദ്യം ഇത് കുത്തി വയ്ക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് തിരിച്ചിത് റീഫില്ല് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞു പോകും ഗൈസ്. നമുക്ക് ഒരു വട്ടം 2 വരെ കുത്തി വയ്ക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ ഇത് ഇഞ്ചെക്ട് ചെയ്യാം ഗൈസ്. ഇവർക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളവിടെ? ബാക്കി ആൾക്കാരൊന്നും കാണുന്നില്ല ഗൈസ്. നമ്മുടെ ഈ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്ന ഈ സാധനവും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇഞ്ചക്ഷൻ്റെ അകത്തുള്ള ആൻറ്റിഡോട്ട് നമ്മൾ 2 പേർക്കത് കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കി 2 പേർക്കും കൂടെ നമുക്ക് കൊണ്ടുപോയി ഇത് ഇഞ്ചെക്ട് ചെയ്യാം. സൂസൻ ഗൈസ്, മിസ്റ്റർ മീറ്റിൻ്റെ വൈഫാണ് ഗൈസ്. വേണ്ട വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോകാം ഗൈസ്. പക്ഷെ അവനും നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട് ഗൈസ്. അവന് നമുക്ക് കുറച്ച് ഡോസ് കൊടുക്കാറുണ്ട്. നമ്മുടെ മിസ്റ്റർ മീറ്റ് നമ്മുടെ ബാക്കിൽ നിന്ന് തന്നെ ഉണ്ട് ഗൈസ്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡെ പോയി പറയണം ഗൈസ്. അതിന് മുമ്പ് നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഹാറ്റ് നമ്മൾ താഴെ കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്, അതും നമുക്ക് ആവശ്യമുണ്ട്. ഇറങ്ങി വാ, എല്ലാ പരിപാടിയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവർക്കെന്തോ ശക്തിയൊക്കെ തോന്നുന്നതാണ് ഗൈസ് പറയുന്നത്. ഒരു ഹാറ്റ് വെച്ചപ്പോൾ ഒരു തൊപ്പിയിൽ എന്തൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇവന്തിനാ ഈ വഴി കൂടെ ഒക്കെ പോകുന്നത്? മസിൽമാൻ. ഓക്കെ ഗൈസ്, എല്ലാവരെയും അങ്ങോട്ട് പോകുന്നുണ്ട്. എല്ലാവരെയും അങ്ങേ അവസാനം വലിയ സാധനമായി സങ്കടം. ഓക്കെ, ബാക്കി പരിപാടി പിന്നെയും നമ്മൾ ചെയ്യണം. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാവരെയും കൊണ്ട് മോലിൽ നിർത്തി. അത്ര കാര്യം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ താഴെ പോയി നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ആക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എന്ത് പരിപാടിയാണോ കഷ്ടപ്പെട്ടത് ഞാനാ. ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ വരുമായിരിക്കും ഗൈസ്.
ഇല്ല ഗീസ്, എനിക്ക് തോന്നുന്നത് നമ്മൾ താഴെ പോയി വിളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗീസ്. മാറോ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മാറാൻ. ഓക്കെ, ഞാൻ പോയി. ഇവിടെ ഏറ്റവും താഴെയാണ് ഗീസ് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ മറ്റേ കമ്മ്യൂണിക്കേഷൻ റൂം. ഇവിടെ നമ്മുടെ ആശാനുണ്ട് ഗീസ്. ഞാൻ ഇപ്പോൾ പെട്ടേനെ. അതിൻ്റെ അകത്താണ് ഗീസ് നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാനുള്ളത്. നമ്മളപ്പം ഇവനെ ചുറ്റി കറക്കിയിട്ട് നമുക്ക് ആ റൂമിലോട്ട് തിരിച്ച് പോകാം ഗൈസ്. അപ്പം അവിടെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതൊരു വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഗൈസ്. കാരണം ഇത് ഭയങ്കര ലോങ് വീഡിയോ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഇത് ഇത്രയും ചെറുതാക്കിയ ഗൈസ്. 45 മിനിറ്റുള്ള ഒരു വീഡിയോ. ഓക്കെ, ഇപ്പം അങ്ങേര് നടുക്ക് നിൽക്കുകയാണ് ഗൈസ്. അങ്ങേര് എല്ലാം ചെയ്തിട്ട് അല്ല, ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്തിട്ടെന്ന്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ സിസ്റ്ററും നമ്മുടെ അമ്മയും. ഓക്കെ ഓക്കെ, മൈ ഡോക്ടർ റബീക്ക ഈസ് ദ ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഹെലികോപ്റ്ററിനെ കാണുന്നില്ലല്ലോ. ഗൈസ്, ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ആള് വലിയ കാര്യത്തിൽ കയറുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാവരെയും കയറാൻ പറയുന്നു ഗൈസ്. ഇങ്ങനെ ഒന്നും ചെയ്തില്ല ഗൈസ്, നിങ്ങൾ കണ്ടല്ലേ, ഞാനാ കഷ്ടപ്പെട്ടെ കൊള്ളൻ. അതാണ് ഗൈസ് നമ്മൾ ആൻഡ്രൂ. അവസാനം പറയുന്നുണ്ട് ഗൈസ്, എസ്പെഷ്യലി നിങ്ങളാണെന്ന്. ഓക്കെ, അവിടെയെങ്കിലും കുറച്ചെങ്കിലും സമ്മിച്ച് തന്നല്ലോ ഗൈസ്. നമ്മളവിടെ നിന്ന് സിറൊക്കെ അടിച്ച് മാറ്റിക്കോ ഗൈസ് കുറച്ച്. നമ്മൾ ഗുഡ് ബൈ ഫാദർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവർ വന്ന് ഗൈസ്. മിസ്റ്റർ മീറ്റൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഇങ്ങനെ ടെറി പറയുന്നുണ്ട് ഗൈസ്. മിസ്റ്റർ മീറ്റ് റബേക്ക ഭയങ്കര ബുദ്ധിശാലിയായ ഒരു കുട്ടിയാണെന്ന്. ഓക്കെ, നമ്മൾ മാത്രം രക്ഷപ്പെടാല്ല ഗൈസ്, എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഗൈസ്. മിസ്റ്റർ മീറ്റ് പറയുന്നുണ്ട് ഗൈസ്, അവള് എൻ്റെ അല്ലേ മോളെന്ന്. ടെറി ചിരിക്കുന്നുണ്ട് ഗൈസ്, ചിരിച്ച്. ഓക്കെ, കരയുന്ന നമുക്ക് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നാണ് ഗൈസ് നമ്മുടെ ടെറി പറയുന്നത്. ഓക്കെ, അപ്പം മിസ്റ്റർ മീ 3 എന്തായാലും കാണും ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ എന്ത് ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഒരു വേറെ എവിടെയൊക്കെ പോകാനാണ് ഗൈസ്. പോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.